ഇന്ന് 35% കിഴിയിരിക്കുന്നത് സുഹൃത്തുക്കളെ, നമ്മുടെ ചർച്ചാ വിഷയം സൈക്കോപാത്തുകൾ സൃഷ്ടിക്കുന്ന ആധുനിക യുദ്ധങ്ങൾ എന്നാണ്. സൈക്കോപാത്ത് എന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി, അതായത് ലോകത്തിന് സമാധാനം ഉണ്ടാവണം, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ്, ഒരുപോലെയുള്ളവരാണ് എന്ന് ചിന്തിക്കുകയും ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ തന്നാലാവുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ ചിന്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി എങ്ങനെ ലോക സമാധാനത്തിന് ഒരു ഭംഗം വരുത്താം, അത് എങ്ങനെ എൻ്റെ ചിന്തയിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വത്തെയാണ് ഒരു സൈക്കോപാത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങൾ, ഇത് ആണ് നമ്മുടെ ചർച്ചാ വിഷയം. നാം മുഖ്യമായി ചർച്ച ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് ഒരു സൈക്കോപാത്ത് ആണ് എന്ന കാര്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. പ്രധാനമായും ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം എന്ന് ലോകരാഷ്ട്രങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെടുത്തത്തക്ക രീതിയിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മറ്റു രാജ്യങ്ങളെ കൂടി ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി എനിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം തരണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി സൈക്കോപാത്ത് തന്നെയാണല്ലോ. ഇനി അങ്ങനെയുള്ള സൈക്കോപാത്തുകൾ മറ്റ് ഇതേ ചിന്താഗതിയുള്ള ആളുകളെ തെരഞ്ഞു കണ്ടുപിടിച്ച് അവരുമായിട്ട് കൂട്ടുകൂടി അവരെ കൂടെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് വസ്തുത. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഞാൻ ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ധാരാളം ഇന്ത്യൻ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് മറ്റൊരു ചരിത്രം, അതിലേക്ക് നമ്മൾ ഇപ്പം കിടക്കണ്ട. അധികാരത്തിൽ വന്നപ്പോൾ ഇനി എന്തായിരിക്കും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്ത? ഇനി വീണ്ടും എൻ്റെ അധികാരം എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ വീണ്ടും എനിക്ക് അതേ കസേരയിൽ ഇരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണത്. അതിനുവേണ്ടി എന്ത് കുതന്ത്രങ്ങളും അദ്ദേഹം ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ യുദ്ധപ്രഖ്യാപനവും യുദ്ധം നടത്തുന്നതുമെല്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതേ ചിന്താഗതിയുള്ള മറ്റൊരു രാഷ്ട്രത്തെ അല്ല ഒന്നോ രണ്ടോ രാഷ്ട്രങ്ങളെ കണ്ടുപിടിച്ച് അദ്ദേഹം കൂട്ടുകൂടിയിരിക്കുന്നു. ഇനി അമേരിക്കയുടെ ഈ അമേരിക്കയുടെ സ്ഥാനം നമ്മളൊന്ന് നോക്കണം. ഒരു രാഷ്ട്രത്തിനും ഇന്ന് നിലവിലുള്ള യാതൊരു ആധുനിക യുദ്ധ മുറ ഉപയോഗിച്ച് ഒരു ബോംബോ ഒരു ഡ്രോണോ അവിടത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. കടലിൽ കൂടെ അവിടെ എങ്ങനെ എത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിലല്ലാതെ, അല്ലെങ്കിൽ ശൂന്യാകാശത്തു നിന്നോ ആകാശമാർഗമോ എങ്ങാനും അതിനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. എല്ലാത്തരം ആധുനിക യുദ്ധ സംവിധാനങ്ങളും നിലവിലുള്ള ഒരു രാഷ്ട്രമാണ്, അത് നമുക്കറിയാം. അപ്പം എന്താ ചെയ്യുക? നോക്കണം, ഗൾഫ് രാജ്യങ്ങൾ, നമ്മുടെയൊക്കെ മലയാളികൾ ഏതെങ്കിലും ഒരു കുടുംബം ഗൾഫിൽ ഒരു ആളെങ്കിലും ഇല്ലാത്ത കുടുംബം നമ്മുടെ ഇടയിലില്ല. അവിടങ്ങളിലെല്ലാം ഇവരുടെ താവളങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അവിടെ അവരുടെ താവളങ്ങൾ സൃഷ്ടിക്കുകയാണ്. അവിടെയാണ് ഇവരുടെ യുദ്ധം സംവിധാനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. ഇറാന് എല്ലാവർക്കും നല്ല രാജ്യമാണ്, നല്ല
പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകൾ, അവരുടെ മതവിശ്വാസങ്ങൾ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ അവകാശത്തിനെ ആ അവകാശത്തിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നതും കടന്നു ചെല്ലുന്നതും. ഞാനത് പറഞ്ഞു സാർ. അതിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നതും ഇവരുടെ യുദ്ധതന്ത്രങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ കേണൽ ഗദ്ദാഫിയുടെ മകൾ ഐഷ ഗദ്ദാഫിയുടേതായിട്ടൊരു പ്രസ്താവന ഇന്ന് രാവിലെ വായിച്ചു. ആ സ്ത്രീ പറയുകയാണ്, സിംഹത്തെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ, ആടുകളായിട്ടുള്ള നിങ്ങൾ സിംഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചാൽ എന്താണ് ആ സിംഹത്തിന് ചിന്ത? തൽക്കാലം ഇവനെ എങ്ങനെയെങ്കിലും നമ്മുടെ വശത്തേക്ക് ആക്കാം. അപ്പൊ സിംഹത്തിന് ചിന്ത എന്താണ്? അവൻ അടുത്ത ഒരു ആഹാരം എപ്പോൾ അവന്റെ ദഷ്ടങ്ങൾ ഈ ആടിന്റെ മുകളിൽ പതിക്കാം എന്നേ അവൻ ചിന്തിക്കുള്ളൂ. അത് എൻ്റെ അച്ഛനായ ഗദ്ദാഫിക്ക് സംഭവിച്ചതാണ്. ഇതേ തന്ത്രമാണ് ഗദ്ദാഫിയോട് എടുത്തത്. അതായത് അന്ന് ഇതേമാതിരി തന്നെയുള്ള ആണവ ആയുധങ്ങൾ നിങ്ങൾ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് അവരുമായിട്ടൊരു ചർച്ച നടത്തി. അദ്ദേഹം അതിനെ അംഗീകരിച്ചു. കാലങ്ങൾ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ആ വ്യക്തിയെ നമുക്കറിയാം കാര്യം എന്താ സംഭവിച്ചത്. അതാണ് അവിടെ നടക്കുന്നത്. അത് തന്നെ ഇറാനും സംഭവിക്കും എന്നാണ് ആ കുട്ടി ഈ പ്രസ്താവനയിലൂടെ പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വശം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. മറ്റൊന്നുള്ളത്, യൂണിസെഫിൻ്റെ ഒരു ആമുഖമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ജർമ്മൻ ഭാഷ എഴുതിയ ഒരു കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നു. എന്നെ ഇത്രയേറെ ഹൃദയത്തിൽ എന്നെ പിടിച്ചു കുലുക്കിയ ഒരു കവിത ഞാൻ ഈ അടുത്ത കാലത്ത് എങ്ങും വായിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം കവിതകളൊക്കെ എഴുതുന്നതും അവതരിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കവിത അവതരിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ കവിത വായിച്ചപ്പോൾ ആ കുട്ടി 9 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി പറയുന്നത്, ഒരു അമ്മയും സ്വന്തം മക്കളെ യുദ്ധമുഖത്തേക്ക് അയക്കത്തില്ല. എന്തിനാണ് നടത്തുന്നത്? ഈ യുദ്ധപ്പെട്ട് നിങ്ങൾ എന്ത് നേടി എന്നൊക്കെയാണ് കുട്ടി ചോദിക്കുന്നത്. ആ കുട്ടി വളരെ പച്ചയായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ യുദ്ധമുഖത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഈ സോൾജിയേഴ്സ് അവരുടെ ഭാര്യമാർക്ക് എത്രമാത്രം സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ, ജുവൽസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എത്രമാത്രം തുക സമ്പാദിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമോ മിസ്റ്റർ പ്രസിഡന്റ്? എന്ന് സംഭവം ചെയ്തുകൊണ്ടാണ് കവിത. എൻ്റെ അവസാനം ആ കുട്ടി പറയുന്നു, എനിക്ക് മനസ്സിലാവും ഞാൻ ഒരു 9 വയസ്സുള്ള കുട്ടി മാത്രമാണ് എന്ന് പറഞ്ഞ ആ കവിത കണ്ണീരോടുകൂടിയാണ് ആ കുട്ടി ആ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലോക സമാധാനത്തിനുള്ള ഒരു നേരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. നന്ദി, നമസ്കാരം.